ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി അങ്ങോട്ട് അടുത്ത ആഴ്ച വരാൻ പോകുന്ന കഥയുണ്ടല്ലോ, വമ്പൻ ത്രില്ലടിപ്പിക്കുന്ന കഥ തന്നെയാണ്. നല്ല അടിപൊളിയായിട്ട് തമ്പിക്കും തമ്പിയുടെ മകൾക്കും അതുപോലെ തള്ളയ്ക്കും പ്രഭാവതി എന്ന് പറഞ്ഞ മൂദേവിക്കും ഒക്കെ ഇട്ടിവെട്ട് പണി നമ്മുടെ സൂര്യയുടെ നല്ല രണ്ട് മക്കളും കൂടെ കൊടുക്കുന്ന നല്ല സൂപ്പർ ഹിറ്റ് എപ്പിസോഡുകൾ. അതിൻ്റെ തുടക്കമായിട്ട് തന്നെയാണ് നമ്മുടെ സൂര്യയ്ക്ക് പൊന്നുകുട്ടി ആ ഒരു പായസം കൊണ്ടുവന്ന് കൊടുത്തത്. അപ്പോൾ അന്നേ തന്നെ നമ്മുടെ സൂര്യ അസുഖത്തിൽ നിന്നും പൂർണ്ണമായും ഭേദമായതിനു ശേഷമാണ് വീട്ടിലേക്ക് വന്നതെന്നുള്ള കാര്യം ആരും അറിഞ്ഞില്ല, ആർക്കും മനസ്സിലായതുമില്ല, സൂര്യ ആരോടും പറഞ്ഞതുമില്ല. എന്തായാലും പൊന്നുകുട്ടിയും ജാനകിയും അഭിയും കൂടി അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ച് വഴിപാട് കൊടുത്ത് അതിനുശേഷം പ്രസാദമായിട്ട് വന്ന് അത് അച്ചച്ചൻ്റെ നിറകയിൽ തൊട്ടുകൊടുത്ത് പിന്നെ അവിടുന്ന് കിട്ടിയ പായസം അച്ചച്ചന് നാവിൽ വെച്ച് കൊടുക്കുക നമ്മുടെ പൊന്നുകുട്ടി. അപ്പോൾ കുറച്ച് അധികം കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ജാനകി പറഞ്ഞു, മോളെ അങ്ങനെ അച്ചച്ചന് കൊടുക്കരുത്, അങ്ങനെ കഴിക്കാൻ പറ്റത്തില്ലെന്ന്. പക്ഷേ അച്ചച്ചൻ അതൊന്നും കേൾക്കാൻ കൂട്ടാക്കിയില്ല. മോൾ അച്ചച്ചൻ്റെ പൊന്നല്ലെങ്കിൽ തരാൻ പറഞ്ഞ് അങ്ങനെ വാങ്ങിച്ച് കഴിക്കുക. എന്തായാലും കുറച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് ഇനിയിപ്പം മതി, ഇനിയിപ്പോൾ അച്ചച്ചൻ നമുക്ക് പിന്നെ കൊടുക്കാമെന്നും പറഞ്ഞിട്ട് ജാനകി ആ സാധനം മേടിച്ച് മേശപ്പുറത്തേക്ക് വെച്ചു. അതിനുശേഷം നമ്മുടെ പൊന്നുകുട്ടിയോട് മോള് പോയി കളിച്ചോളാൻ പറഞ്ഞു. അച്ചച്ചൻ്റെ അസുഖം പെട്ടെന്ന് ഭേദമാവൂട്ടോ, പൊന്നുകുട്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു കുഞ്ഞിങ്ങനെ അച്ചച്ചനുമായിട്ട് കുറേ സംസാരിച്ചിട്ട് അവിടെ നിന്ന് അങ്ങ് പോയി. അപ്പോൾ കുഞ്ഞ് അവിടെ നിന്ന് ഞാൻ പിന്നെ വരാമെന്ന് പറഞ്ഞിട്ട് പൊന്നുകുട്ടി അവിടെ നിന്ന് പോയി. പൊന്നുകുട്ടി അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അഭിയും ജാനകിയും കൂടി ഇങ്ങനെ അവിടെ നിൽക്കുക. അച്ഛാ, മോൾക്കറിയില്ല, അച്ഛനെങ്കിലും മോളെ ഒന്ന് പറഞ്ഞ് തിരുത്താൻ പാടില്ലേ, മോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പം അച്ഛനൊരിത് ചെയ്താൽ എന്താ, വിട്ടുവീഴ്ച ചെയ്താൽ എന്താ എന്നുള്ള രീതിയിൽ ജാനകി അഭിയും ചോദിക്കുക. ഈ വീട്ടിൽ ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ ജീവച്ഛവമായി കിടക്കുന്ന എനിക്ക് വേണ്ടി ചിന്തിക്കാനും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും എൻ്റെ പൊന്നുകുട്ടി മാത്രമേ ഉള്ളൂ എന്നും അവളുടെ മനസ്സ് വേദനിപ്പിക്കുന്ന ഒരു കാര്യവും ഞാൻ ചെയ്യില്ല എന്നും അച്ഛൻ മക്കളോട് പറയാം. അതിനി ആരെന്തു പറഞ്ഞാലും എൻ്റെ കുഞ്ഞ് എനിക്ക് തരുന്ന ഭക്ഷണം കൊണ്ട് എനിക്ക് എന്തെങ്കിലും ഒരു ആപത്ത് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ചാൽ മതിയെന്നും ഇങ്ങനെ പറയുക. എൻ്റെ മോളെ ഒരിക്കലും വേദനിപ്പിക്കാൻ ഞാൻ തയ്യാറാവില്ല എന്നും പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് അച്ഛൻ ഇവരോട് പൊക്കോളാൻ പറഞ്ഞു. എന്നിട്ട് ഇവർ രണ്ടുപേരും മുറിയിൽ വന്നപ്പോഴത്തേക്കും പൊന്നു വന്ന് മുറിയിൽ കിടന്ന് ഉറങ്ങുക കേട്ടോ. അപ്പോൾ ജാനകിയും അഭിയും കൂടിയാണെങ്കിൽ അച്ഛൻ ഇങ്ങനെ വാശി പിടിച്ചാൽ എന്ത് ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുക. അതെല്ലാം കഴിഞ്ഞിട്ട് ഇവരിങ്ങ് പോന്നു. പോന്നു കഴിഞ്ഞിട്ട് പിന്നെയാണെങ്കിൽ നമ്മുടെ ജാനകി യാദൃശികമായിട്ട് സൂര്യയുടെ മുറിയിലേക്ക് അച്ഛന് കഞ്ഞിയായിട്ട് കയറി ചെല്ലുക. അപ്പോൾ കഞ്ഞിയായിട്ട് കയറി ചെന്ന സമയത്ത് അച്ഛനിങ്ങനെ അവിടെ തന്നെ കിടപ്പുണ്ട്. അപ്പോൾ അച്ഛൻ ഇങ്ങനെ കിടക്കുന്നു. ജാനകി കഞ്ഞി കുടിക്കാമെന്ന് പറയുമ്പോൾ എനിക്ക് കഞ്ഞി വേണ്ട എന്ന് അച്ഛൻ പറഞ്ഞു. എനിക്ക് ഇന്ന് കഞ്ഞി വേണ്ട മോളെ, പൊന്നുകുട്ടി തന്നെ അത് കഴിച്ച് എൻ്റെ വിശപ്പ് പോയെന്ന് പറഞ്ഞു. അതൊരു ഉള്ളോളം അല്ലേ അച്ഛൻ കഴിച്ചോളൂ, അത് കഴിച്ചാൽ എങ്ങനെ അച്ഛൻ്റെ വിശപ്പ് പോകുന്നത്, അച്ഛൻ ഇച്ചിരി കഞ്ഞി കുടിക്കുക, താഴെപ്പട്ടിണി കിടക്കരുതെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ജാനകി ചെല്ലുന്നത്. അപ്പോൾ ജാനകി അതും പറഞ്ഞ് ചെന്ന് കഴിഞ്ഞപ്പോൾ അച്ഛൻ എന്ത് ചെയ്താൽ കഴിക്കാൻ കൂട്ടാക്കുന്നില്ല. പിന്നെയാണ് നമ്മുടെ ജാനകി ആ പായസം ഇരുന്ന പാത്രത്തിലേക്ക് നോക്കുന്നു. ആ പായസം ഇരുന്ന പാത്രത്തിലേക്ക് നോക്കുമ്പോൾ ജാനകി അന്തം വിട്ടു പോവുക. കാരണം പായസം മുക്കാലും ഇരുന്ന പാത്രം ഇപ്പോൾ കാലിയായിട്ടിരിക്കുന്നു. ആ പാത്രത്തിൽ പായസം ഇല്ല. അപ്പോൾ ജാനകി ആലോചിക്കുക, ഇതിനകത്തുണ്ടായിരുന്ന ആ ഒരു പായസം എവിടെ പോയി, അച്ഛാ ഇതിലിരുന്ന പായസം എവിടെ പോയി എന്ന് ചോദിക്കുമ്പോൾ പായസോ, അത് മോളെനിക്ക് മുഴുവൻ തന്നില്ലായിരുന്നു എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ ഇല്ല, അതിൽ ബാലൻസ് ഉണ്ടായിരുന്നു, എനിക്കറിയില്ല മോളെ, ഞാൻ ചെറുതായിട്ടൊന്ന് മയങ്ങിപ്പോയായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ സൂര്യ ഇങ്ങനെ പറയും. എന്നിട്ട് സൂര്യ ഇങ്ങനെ മോള് ചെല്ല്, അച്ഛന് വേണ്ടെന്നും പറഞ്ഞ് അപ്പം ജാനകി പറഞ്ഞു വിടും. അപ്പോഴും ജാനകി ആലോചിക്കുക, അതെന്താ അങ്ങനെ വരാൻ യാതൊരു വഴിയില്ലല്ലോ, ഇങ്ങനെ ജാനകി ആലോചിക്കുന്നുണ്ടേ. അങ്ങനെ ആലോചനയും കാര്യങ്ങളുമായിട്ട് നമ്മുടെ ജാനകി അവിടെ നിന്ന് ഇറങ്ങി നേരെ റൂമിലേക്ക് പോയി ഇതെല്ലാം കൊണ്ടുവന്ന് വെച്ചിട്ട് ജാനകി റൂമിലേക്ക് ചെന്നു. അപ്പോൾ അഭി ഇങ്ങനെ അവിടെ ഇരിപ്പുണ്ട്. ഈ സമയത്ത് അഭി ജാനകി ഇരുന്ന് സംസാരിക്കുക. അപ്പോൾ വീട്ടിലെ കാര്യങ്ങൾ, അച്ഛൻ്റെ കാര്യങ്ങൾ, അതുപോലെ തന്നെ ഇന്ന് മുത്തശ്ശി ഒളിച്ച് നിന്ന് ഇവർ തമ്മിൽ പ്രഭാവതിയും സൂര്യയും തമ്മിൽ സംസാരിക്കുന്നത് വാതിലിൻ്റെ പുറത്ത് ഒളിച്ച് നിന്ന് കേട്ട കാര്യങ്ങളെല്ലാം അഭി ഇങ്ങോട്ട് പറയുക. അപ്പം ആ ഒരു കാര്യങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ മുത്തശ്ശിയോടും അമ്മയോടൊന്നും എത്ര പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അഭി മുത്തശ്ശിയെ ഉന്തിത്തള്ളി അച്ഛൻ്റെ മുറിയിലേക്ക് പറഞ്ഞു വിട്ട കാര്യങ്ങൾ വരെ അഭി ജാനകിയോട് പറഞ്ഞു. അപ്പോൾ ഇവരോടൊന്നും എത്ര പറഞ്ഞിട്ട് കാര്യമില്ലെന്നും അവരതിനനുസരിച്ചൊന്നും ചെയ്യില്ല എന്ന കാര്യമൊക്കെ ജാനകി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. എന്തായാലും അച്ഛന് നേരത്തേതിലൊക്കെ ഒരുപാട് മാറ്റം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നതെന്നുള്ള കാര്യം നേരെ ജാനകി പറഞ്ഞു. നേരത്തെ അത്രയും അവശത എന്തായാലും അച്ഛനില്ല. ഏതായാലും അച്ഛൻ്റെ നില നല്ല പെർഫെക്റ്റായി തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എത്രയും പെട്ടെന്ന് വന്നാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുന്നു. പക്ഷേ ഡോക്ടർമാർ അങ്ങനെ അല്ലല്ലോ പറഞ്ഞത്, ഡോക്ടർമാർ തന്നെ നമ്മളെ വഴക്ക് പറഞ്ഞത് താൻ ഓർക്കുന്നില്ലേ എന്നൊക്കെ അങ്ങനെ നമ്മുടെ അഭി ചോദിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അത് പറഞ്ഞപ്പോഴും ഓർത്തത്, അഭിയേട്ടാ പൊന്നു അച്ഛന് കൊണ്ടുവന്ന് കൊടുത്ത പായസം ഉണ്ടല്ലോ, ആ പായസത്തിൽ ബാലൻസ് കുറച്ചുണ്ടായിരുന്നു, അത് മേശപ്പുറത്ത് വെച്ചിട്ടാണ് നമ്മളിങ്ങ് പോകുന്നത്. പക്ഷെ ഞാനിപ്പോൾ അച്ഛന് കഞ്ഞിയായിട്ട് അങ്ങോട്ടേക്ക് ചെന്നപ്പോഴേ ആ പാത്രത്തിൽ
ആ പായസം കാണുന്നില്ല എന്ന് പറഞ്ഞു. പായസം കാണുന്നില്ലെന്നേ? നീ എന്താ ജാനകി പറയുന്നേ? അതേ അഭിയേട്ടാ, സത്യം ഞാൻ പറയുന്നേ. എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. അച്ഛൻ്റെ മുറിയിൽ അങ്ങനെ ആരും കയറാറൊന്നുമില്ല. അങ്ങനെ അച്ഛൻ്റെ മുറിയിൽ കയറി മറ്റാരും ആ പായസം എടുക്കാനുള്ള ഒരു ചാൻസും ഇല്ല. പിന്നെ ആ പാത്രത്തിലിരുന്ന പായസം എവിടെ പോയി? ആ പായസം എങ്ങനെയാണ് തീർന്നേ? ഇങ്ങനെ ജാനകി ഇങ്ങനെ തല പൊങ്ങഞ്ഞ് ആലോചിക്കാം. അപ്പോൾ അഭിക്കും ഭയങ്കര ഒരു ഇത്. അപ്പോൾ അഭി പറഞ്ഞു, നീ ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചിന്തിച്ച് കൂട്ടരുതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ജാനകിയോട് പറഞ്ഞു. ഞാൻ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ച് കൂട്ടുന്നല്ല അഭിയേട്ടാ, ഞാൻ സത്യം പറയണേന്ന് പറഞ്ഞുകൊണ്ട് ജാനകി ഇങ്ങനെ അഭിയോട് പറയാം. അപ്പോൾ തൊട്ട് അഭിക്ക് ഇങ്ങനെ ഒരു സംശയം. അഭി എന്നിട്ട് പതുക്കെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയിട്ടോ. അപ്പോൾ അതൊക്കെ എഴുന്നേറ്റ് അച്ഛൻ്റെ മുറിയിലേക്ക് ചെല്ലും. അപ്പോൾ അച്ഛൻ്റെ അവസ്ഥയും കാര്യങ്ങളൊക്കെ അറിയാലോ എന്ന് ഓർത്ത് ഇങ്ങനെ ചെന്ന് കയറുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ കട്ടിലേൽ അച്ഛനില്ല, ചുമ്മാ കിടക്കുക ബെഡ്. അത് കണ്ടപ്പോൾ അന്തം വിട്ടിങ്ങനെ നിൽക്കും അഭി. അച്ഛാ അച്ഛാ എന്നും പറഞ്ഞ് ഇങ്ങനെ വിളിക്കുന്നുണ്ട്. പക്ഷെ അവിടെയൊന്നും അച്ഛനില്ല. പെട്ടെന്നാണ് നമ്മുടെ അഭി ടെൻഷൻ അടിച്ചിങ്ങനെ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച്. ഇനി അച്ഛനെ ആരെങ്കിലും എടുത്തുകൊണ്ട് പോയതാണ്, അതൊന്നും അറിയത്തില്ലല്ലോ. അങ്ങനെ ആകെ മൊത്തത്തിൽ വെപ്രാളം കയറി പേടിച്ച് വിറച്ച് ഇങ്ങനെ നിൽക്കുന്ന അഭിയുടെ മുന്നിൽ, മോനെ അഭി എന്നും പറഞ്ഞു പിന്നിൽ നിന്നൊരു അശരീരി. തിരിഞ്ഞു നോക്കുമ്പോൾ ദേഹം നല്ല മിടുമിടുക്കനായിട്ട് നമ്മുടെ സൂര്യ എഴുന്നേറ്റ് നിൽക്കുന്നു. സൂര്യ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അന്തം വിട്ട് നിൽക്കുമോ നമ്മുടെ അഭി. അഭി ഇത് സ്വപ്നം കാണുകയാണെന്ന് പോലെ അഭിക്ക് സംശയം തോന്നി. അഭി അച്ഛാ ഇത് എന്താ അച്ഛാന്ന് ചോദിച്ചു. നീ ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ അച്ഛന് കുഴപ്പമൊന്നുമില്ലേ? അച്ഛൻ്റെ അസുഖം പൂർണ്ണമായിട്ട് മാറിയോ എന്ന് ചോദിച്ചു. അങ്ങനെ മാറിയതുകൊണ്ട് അല്ലേടാ മോനെ അച്ഛൻ ഇവിടെ നിൽക്കുന്നത് എന്ന് അച്ഛൻ മോനോട് ചോദിക്കാം. പിന്നെ അച്ഛൻ എന്തിനാ ഇങ്ങനെയൊക്കെ? അച്ഛൻ ഈ ജന്മത്തിൽ ഇങ്ങനെ തന്നെ കിടക്കേണ്ടതായിട്ടുള്ള കാര്യമുണ്ടെന്നും ഈ കിടപ്പിൽ കിടന്നുകൊണ്ട് തന്നെ അച്ഛന് പല കാര്യങ്ങളും ചെയ്തു തീർക്കാനുണ്ടെന്നുമുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയും. അപ്പോൾ അച്ഛൻ അത് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ അച്ഛൻ എന്താ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അച്ഛൻ്റെ അസുഖം ഭേദമായെന്നറിഞ്ഞാൽ എല്ലാവർക്കും സന്തോഷമാവത്തല്ലേ ഉള്ളൂ. പിന്നെ എന്തിനാ അച്ഛൻ ഇങ്ങനെ എല്ലാവരുടെ മുന്നിൽ അഭിനയിക്കുന്നു എന്ന് ചോദിച്ചു. നിനക്ക് എന്തറിയാമെന്ന് ചോദിച്ചുകൊണ്ട് അഭിയെ ഇരുത്തിയിട്ട് അച്ഛൻ കുറേ കാര്യങ്ങൾ അങ്ങ് പറയുവാണ്. ഈ ഒരു കിടപ്പ് കിടന്നതുകൊണ്ട് അച്ഛൻ്റെ കൂടെയുള്ളവരെ എല്ലാവരെയും അച്ഛന് പഠിക്കാൻ പറ്റിയെന്നുള്ള കാര്യം തൊട്ട് ഇനി അങ്ങോട്ട് അച്ഛൻ്റെ മനസ്സിലുള്ള ഉദ്ദേശ ലക്ഷ്യം മുഴുവനും അഭിക്ക് മുന്നിൽ പറഞ്ഞു. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സമയത്താണ് നമ്മുടെ അമൽ അങ്ങോട്ട് യാദർശികമായിട്ട് കയറി വരുന്നത്. അമൽ കയറി വന്നപ്പോഴും ഈ ഒരു അവസ്ഥ കാണും. ഇത് കണ്ടപ്പോൾ അമൽ അന്തം വിട്ടുപോയി. അച്ഛാന്ന് വിളിച്ച് ഓടി വന്നു. പിന്നെ അമലിനെയും വിളിച്ചിരുത്തി. അപ്പോൾ എല്ലാവരോടും പറയാനുള്ള ഒരു വ്യഗ്രത നമ്മുടെ അമലിനും ഉണ്ടാവുമല്ലോ. അപ്പോൾ അമൽ വന്ന് ഇവരിങ്ങനെ ഇരിക്കുക. അപ്പോൾ അച്ഛൻ അമലിനോടും കാര്യങ്ങളെല്ലാം പറഞ്ഞു. അങ്ങനെ രണ്ടു മക്കളോടും പറഞ്ഞു ഈ ഒരു വിവരം, അതായത് സൂര്യയുടെ അസുഖം ഭേദമായി സൂര്യ എഴുന്നേറ്റ് 2 കാലിൽ നടന്നു തുടങ്ങി എന്നുള്ളൊരു രഹസ്യം അത് ഞാനും നീയും ഇവനുമല്ലാതെ മറ്റാരും അറിയാൻ പാടില്ല എന്നും ഇത് അതീവ രഹസ്യമായിരിക്കണമെന്നും 2 മക്കളോടും പറഞ്ഞ് അച്ഛൻ ഉറപ്പുവരുത്തുക. അപ്പോൾ അച്ഛന് ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങളും കൂടി അച്ഛൻ മക്കളോട് പറയുന്നത് കേട്ടപ്പം മക്കൾ ഡബിൾ ഓക്കെ. ഇവരുടെ നാവിൽ നിന്നും മൂന്നാമതൊരാൾ അറിയില്ല എന്നുറപ്പ് ഇവർ അച്ഛന് കൊടുക്കുക. അച്ഛൻ എന്തു വേണമെങ്കിലും ചെയ്യാം, അച്ഛൻ്റെ കൂടെ ഇടവും വലവും ഞാനും അഭിയേട്ടനും ഉണ്ടാകുമെന്നും പറഞ്ഞ് നമ്മുടെ അമൽ ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ അമലും അഭിയും കട്ടയ്ക്ക് നിൽക്കുക കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അച്ഛനും മക്കളും കൂടെയുള്ളൊരു സംഹാര താണ്ഡവം തന്നെയാണ് കാണാൻ പോകുന്നത്. ഏതായാലും അച്ഛന് വേണ്ടി മക്കൾ 2 പേരും ആ ഒരു വലിയ റിസ്ക് എടുക്കാൻ തയ്യാറായി. അങ്ങനെ അച്ഛനും മക്കളും ഇതെല്ലാം പറഞ്ഞ് സംസാരിച്ച് അങ്ങ് പോയി. അങ്ങനെ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേനും അച്ഛൻ പഴയതുപോലെ തന്നെ വന്ന് അങ്ങനെ അങ്ങ് കിടക്കുക. ആർക്കും ഒരു സംശയമില്ലല്ലോ. അച്ഛൻ വന്ന് കിടക്കുന്നു. അഭി ഒന്ന് മുറിയിലും കിടന്നു. പിറ്റേ ദിവസം തൊട്ട് അഭിക്കും അതുപോലെ തന്നെ അമലിനും പ്രത്യേക ഒരു ഉന്മേഷമൊക്കെ വന്നു. കാരണം അവരുടെ മനസ്സ് വളരെ ഹാപ്പിയായി. അവരുടെ അച്ഛൻ പഴയതിനേക്കാളും മിടുക്കനായി തിരിച്ചു ജീവിതത്തിലേക്ക് വന്നു. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, എൻ്റെ പൊന്നുകുട്ടിയുടെ പ്രാർത്ഥനയും അവളുടെ വഴിപാടുകളുമാണ് എൻ്റെ അസുഖം എനിക്ക് ഭേദമാക്കി തന്നതെന്ന്. അങ്ങനെ പൊന്നുകുട്ടിയെ പിന്നെ ജീവന് തുല്യം നമ്മുടെ അമലും സ്നേഹത്തോടെ, ഇത്രയും നാളും സ്നേഹമില്ലെന്നല്ല, അതിൻ്റെ 10 ഇരട്ടി സ്നേഹത്തോടെ നെഞ്ചോട് ചേർത്ത് പിടിക്കുക. അങ്ങനെ ആ വീട്ടിൽ പുതിയൊരു തലം തന്നെ നമ്മുടെ അമലും അതുപോലെ അഭിയും കൂടെ ഉണ്ടാക്കണം. അമലിന് കുറച്ചുകൂടി ധൈര്യമായി. അപർണയുടെ ഒക്കെ മുന്നിൽ അമൽ നല്ല ചീറിയെടുത്താണ് നിൽക്കുന്നത്, ചീറ്റപ്പുലിയെ പോലെ നിൽക്കുന്നത്. അവൾ ചീറി വരുമ്പോഴത്തേക്കും അവിടെ തലയ്ക്ക് മേളിൽ കയറിയിരുന്നാണ് നമ്മുടെ അമൽ അവർക്കിട്ടുള്ള പണി കൊടുക്കുന്നത്. അപ്പം ഈ അമലും അഭിയും പിന്നെ ഒരു സ്ഥിരം സന്ദർശകരെന്നുള്ള രീതിയിൽ അച്ഛൻ്റെ മുറിയിലേക്ക് ഇങ്ങനെ എപ്പോഴും പോക്കും വരവുമായി. കാരണം ഇവർക്ക് അച്ഛനും മക്കൾക്കും ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അങ്ങനെ സംസാരിച്ചു വന്ന സമയത്ത് തമ്പിക്കെട്ടും തമ്പിയുടെ മകൾക്കെട്ടും ഉള്ള ഒരു പണി കൊടുക്കണമെന്ന് സൂര്യ പറഞ്ഞു. മകൾക്കെട്ട് പിന്നെ സ്ഥിരം അമൽ പണി കൊടുക്കുന്നുണ്ട്. പക്ഷെ തമ്പി അവനെ വെറുതെ വിടാൻ പാടില്ലെന്നും അവൻ ചെയ്തു കൂട്ടിയ കുറേ ചതിയുടെ കെട്ടങ്ങ് അഴിച്ചു വിട്ടു നമ്മുടെ സൂര്യ. അങ്ങനെ സൂര്യ ഇതൊക്കെ പറയുന്നത് കേട്ടപ്പം അമലിനാണ് നിർബന്ധം. അപ്പം അമല് ഭയങ്കര തിരിഞ്ഞു നിൽക്കുക, കൊടുക്കണോ വെച്ചാന്നും പറഞ്ഞു. അഭി അന്നേരം കുറച്ച് പുറകോട്ട് മാറിയാൽ നിൽക്കുന്നത്. വേണോ വെച്ചാന്നും ചോദിച്ചു. ഏട്ടൻ എന്താ പറ്റിയത്? അയാൾക്കിട്ട് 2 എണ്ണം കൊടുക്കണം ഞാൻ പണ്ടേ തീരുമാനിച്ചിരുന്നതാണെന്നും ഇപ്പോഴാണ് അതിനൊരു അവസരം ഒരുത്തു വന്നതെന്നും അച്ഛൻ ധൈര്യമായിട്ട് ഇറങ്ങിക്കോ അച്ഛാ, ഈ ഞങ്ങളുണ്ട് അച്ഛൻ്റെ കൂടെ എന്നും പറഞ്ഞ അമലും നല്ല കട്ടയ്ക്ക് നിൽക്കുക കേട്ടോ. ഇനി തമ്പിക്ക് കണ്ടകശേനി, അത് തമ്പിയെ കൊണ്ടേ പോവുള്ളൂ എന്ന് തമ്പി അറിയുന്നില്ലല്ലോ
അങ്ങനെ തമ്പി സൂര്യ ഇങ്ങനെ തളർന്നു കിടക്കുന്നതിൻ്റെ സന്തോഷത്തിൽ കുടിച്ചു മറിഞ്ഞാടി ഉല്ലസിച്ച് ഇങ്ങനെ നടക്കുവാണ്. ഇടയ്ക്കിടയ്ക്ക് മകളെ വിളിച്ച് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ചോദിക്കും. പുള്ളിക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ മുഴുവനും പുള്ളി അങ്ങ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ അപ്പോൾ ഉള്ള ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ മകൾ കൊടുക്കുന്നുണ്ട്. അയാൾ എഴുന്നേക്കത്തൊന്നുമില്ല. ജാനകിയും അമലും അതുപോലെ തന്നെ അഭിയും കൂടെ ഏത് നേരം മുറിക്കകത്ത് കയറിഞ്ഞ് ശുശ്രൂഷ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് മകൾക്ക് പറ്റുന്ന രീതിയിൽ ഏഷണീന്നോണെ അങ്ങോട്ടും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം രാത്രിയിൽ അച്ഛൻ മക്കളെ രണ്ടുപേരെയും വിളിച്ചിട്ട് ഇങ്ങനെ നമുക്ക് ഇന്നപോലെ പോകാം. അപ്പോൾ ഈ തമ്പി പുറത്തു പോയിരിക്കുകയാണ് എന്നുള്ള കാര്യം അമല് അപർണയുടെ സംസാരത്തിൽ നിന്നും പിടിച്ചെടുത്തിട്ട് ഇവിടെ വന്നു പറഞ്ഞു. അപ്പം തന്നെ പോകാമെന്ന് അച്ഛൻ അങ്ങ് തീരുമാനിച്ചു. അച്ഛൻ തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ അമൽ അത് ചെന്ന് അഭിയോട് പറയും. അഭിയേട്ടാ, അച്ഛൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, നമുക്ക് അങ്ങനെ ചെയ്താലോ എന്ന് ചോദിക്കും. ഏടാ അതൊക്കെ വേണോന്ന് ചോദിച്ചു. ഏട്ടൻ എന്താ ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചുകൊണ്ട് അന്നേരം അമൽ അച്ഛൻ പറഞ്ഞ കാര്യങ്ങളെ പറ്റിയൊക്കെ ഇങ്ങനെ പറയാം. അത് കേട്ടപ്പോൾ അഭിക്കും ഓക്കെ. അപ്പോൾ അച്ഛൻ നമ്മൾ തമ്പിയുടെ അടുത്തേക്ക് എന്നാൽ തമ്പി നമ്മളെ മനസ്സിലാക്കില്ല, തിരിച്ചറിയില്ലെന്ന് ചോദിച്ചു. അതിനല്ലേ വഴിയുള്ളതെന്ന് പറഞ്ഞിട്ട് ടവലൊക്കെ എടുത്ത് കാണിച്ച് മുഖം മറിച്ച് ചെന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അതെല്ലാം പറഞ്ഞ് ഇവരിങ്ങനെ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുമ്പോഴത്തേക്കും നല്ല പുലിക്കുട്ടിയായിട്ട് നമ്മുടെ സൂര്യ ഇങ്ങ് വന്നില്ലേ. സൂര്യ വന്നത് എങ്ങനെയാ, മുഖമൊക്കെ മറിച്ച് മക്കളെക്കാളും നല്ല യങ്ങായി സ്ട്രോങ് ആയിട്ടാണ് വരുന്നത്. അങ്ങനെ വന്ന് പോവാടാ മക്കളെ എന്ന് പറയുമ്പോൾ മക്കൾ തിരിഞ്ഞു നോക്കുന്നു. കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ നല്ല ഡബിൾ സ്ട്രോങ് ആയിട്ട് വന്ന് നിൽക്കുന്നതാണ്. പിന്നെ നമുക്ക് പോയേക്കാം അച്ഛാന്ന് പറഞ്ഞു. അങ്ങനെ അവർ പോവാം. അവർ ചെവി അറിയാതെ എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞിട്ടാണ് ചെവി അറിയാതെ ഇവർ അളകാപുരിയുടെ പുറത്ത് കിടന്നു. വണ്ടി എടുത്ത് ഇവർ പോവുകയാണ്. ചെന്നിട്ട് തമ്പിയുടെ വീടിൻ്റെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. അപ്പോൾ അമലും സൂര്യയും വണ്ടിക്കകത്ത് വണ്ടി മാറ്റിയിട്ടിട്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ തമ്പി വീട്ടിലേക്ക് വരുന്നത്. കൂട്ടിച്ചും മറിഞ്ഞ് 4 കാലിൽ വണ്ടിയൊക്കെ ആടി ഓടിച്ച് അങ്ങനെ വരുവാണ്. വന്ന് ഗേറ്റ് തുറന്നിട്ട് വേണമല്ലോ അകത്തേക്ക് കയറാൻ. ഗേറ്റ് തുറക്കാൻ വേണ്ടി തമ്പി പുറത്തേക്ക് ഇറങ്ങി ഈ ഗേറ്റ് അങ്ങ് ആഞ്ഞു തുറക്കും. നമ്മുടെ അബി പതുക്കെ ഇപ്പം ചെല്ലബിയേട്ടാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അമല അബിയെ പറഞ്ഞു വിടുക. എന്നിട്ട് അബി പതുക്കെ ഇവൻ കാണാതെ ഇവൻ്റെ കാറിൻ്റെ പിറകിലൂടെ വന്നിട്ട് തമ്പി ഇങ്ങനെ തോണ്ടി വിളിച്ചപ്പോഴത്തേക്കും തമ്പി തിരിഞ്ഞു നോക്കിയ നോട്ടം തമ്പിയുടെ മുണ്ട് വലിച്ചങ്ങ് ഊരിയിട്ട് തലവഴി ഇട്ടങ്ങ് മുതി. പണ്ട് നമ്മുടെ സ്ഫടികത്തിൽ മോഹൻലാൽ ഇടിച്ചെന്ന് പറഞ്ഞില്ല, മുണ്ട് പറിച്ചുള്ള അടി എന്ന് പറഞ്ഞ പോലെ തമ്പിയുടെ മുണ്ട് തന്നെ ഊരി തമ്പിയുടെ തല തന്നെ മൂടി നമ്മുടെ അഭി. എന്നിട്ട് കൊടുത്തില്ല. അപ്പോഴത്തേക്ക് എന്താ നമ്മുടെ സൂര്യയും അമലും കൂടി ഇങ്ങ് വന്നിട്ട് അവനെ അവിടെ ഇട്ട് ചവിട്ടി കൂട്ടി. അയ്യോ ആരാ എന്നൊന്നും ചെയ്യില്ല, എന്നെ വിടാ അതോ ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തമ്പി കിടന്ന് കാറോ വലിയ നിലവിളിക്കുക. ആര് കേൾക്കാൻ. അച്ഛനും മക്കളും കൂടെ അവനായിട്ട് അവിടെ ചവിട്ടി കൂട്ടിയെന്ന് പറഞ്ഞാൽ അവനെ പിന്നെ ഒന്നിനും കൊള്ളത്തില്ല, ഉണ്ടാക്കി കളഞ്ഞു. ചവിട്ടി കൂട്ടി പകരം മുഴുവനും വീട്ടി. അതിനുശേഷം മക്കൾ അങ്ങ് പോയി ഇത് മതി, ഇനി ചവിട്ടി അവൻ ചത്തുപോകുമെന്ന് പറഞ്ഞിട്ട് ഇവർ പോയ പോക്കിൽ നമ്മുടെ സൂര്യ തിരിച്ചു വന്നിട്ട് ഇവൻ്റെ മുടിക്കുത്തിനെ പിടിച്ച് പൊക്കി അങ്ങ് എടുത്തിട്ട് തൻ്റെ മുഖത്ത് വെച്ചിരിക്കുന്ന ആ ഒരു ടവലിൻ്റെ മാസ്ക് ഉണ്ടല്ലോ അതങ്ങ് മാറ്റി. ഇവനന്നേരം അന്തം വിട്ടിങ്ങനെ നിൽക്കുക. തളർന്ന് കിടക്കുന്ന സൂര്യ തന്നെ വന്ന് ഇടിക്കുന്നു. തനിക്കിതെന്താ പറ്റിയതെന്ന് ആലോചിച്ചുകൊണ്ട് തമ്പി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നിന്നെ കാണാതെ ഇത്രയൊക്കെ നിന്നെ സൽക്കരിച്ചിട്ട് നിന്റെ മുഖമൊന്നും അല്ലെങ്കിൽ എൻ്റെ മുഖമൊന്നും നിന്നെ കാണിക്കാതെ പോകുന്നത് ശരിയാണോടാ തമ്പി എന്നും ചോദിച്ച് നമ്മുടെ സൂര്യ തമ്പിക്ക് നല്ല ഡയലോഗ് അങ്ങ് കൊടുത്തിട്ട് അങ്ങ് പോയി. തമ്പി ഇങ്ങനെ കിളി പോയ പോലെ ഇരിക്കും. അപ്പം തന്നെ ഫോൺ എടുത്ത് മോളെ വിളിച്ചു കഴിഞ്ഞപ്പോൾ മോള് നല്ല ഉറക്കമാണ്. കുറേ വിളിച്ചു. മോളെ നേരം കോൾ എടുത്തു. എന്താ ഈ പാതിരാത്രി എന്ന് ചോദിക്കുമ്പോൾ എടി പൊന്നു മോളെ സൂര്യ ഇപ്പോൾ വന്നായിരുന്നടി, സൂര്യ വന്ന് എന്നെ അറിഞ്ഞ് അടിച്ചിട്ട് പോയടിയെന്ന് പറഞ്ഞു. അച്ഛൻ വന്നു. അച്ഛൻ എന്താ ഈ പറ്റിയത്? അയാൾ ഇവിടെ തളർന്ന് കിടക്കല്ലേ അച്ഛാ, പിന്നെ എങ്ങനെ അച്ഛൻ വന്ന് തല്ലുന്നതെന്ന് പറഞ്ഞു. എനിക്കൊന്നും മനസ്സിലാകുന്നില്ലടി മോളെ, അവനും 2 പേര് വേറെ ഉണ്ടായിരുന്നു, എന്നെ വന്ന് ഒരേ അടിച്ചിട്ട് പോയടിയെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം. അച്ഛൻ വെറുതെ ചുമ്മാ കുടിച്ചിട്ട് ദിവാസ്വപ്നം വല്ലതും കണ്ടിട്ട് മനുഷ്യട്ട് ഉറക്കം കളയാനായിട്ട് വിളിച്ചാന്നും പറഞ്ഞുകൊണ്ട് അപർണ 2 ചാടിയിലും ചാടിച്ചു. തമ്പിയെ ഞാൻ പറയുന്നത് സത്യമാണെന്ന് പറഞ്ഞിട്ട് ആര് കേൾക്കാൻ. തമ്പി അച്ഛൻ പോയി കിടന്ന് ഉറങ്ങാൻ പറഞ്ഞു. ഫോണും കട്ട് ചെയ്തു. ഇത് എന്നതായത് സംഭവം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. അത് കഴിഞ്ഞിട്ട് ഭാര്യയോട് ഈ കാര്യം പറഞ്ഞു. ഭാര്യയും അന്നേരം തമ്പിയെ കളിയാക്കി. തമ്പി പറയുന്ന ആരും കേൾക്കുന്നില്ല. ഇത് കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസമായി തമ്പിക്ക് ഇതിൻ്റെ സത്യാവസ്ഥ അറിയണം. താൻ സ്വപ്നം കണ്ടതാണോ സൂര്യ തന്നെ അടിച്ച് വീഴ്ത്തിയതാണോ എന്ന് അറിയണമല്ലോ. അതിന് വേണ്ടിയിട്ട് തമ്പി എന്ത് ചെയ്തു, രാവിലെ തന്നെ കെട്ടും കിടക്കി എടുത്ത് നേരെ അളകാപുരിക്ക് പോകാൻ തുടങ്ങുക. ആ സമയത്താണെങ്കിൽ ഭാര്യ വന്നു. ഭാര്യ വന്നിട്ട് നിങ്ങളിത് എങ്ങോട്ടാണെന്ന് ചോദിച്ചു. അപ്പം ഞാൻ അളകാപുരി വരെ ഒന്ന് പോകാമെന്ന് പറഞ്ഞു. നിങ്ങൾ എന്തിനാ ഇപ്പം അങ്ങോട്ട് പോകണേന്ന് ഭാര്യ ചോദിക്കുമ്പോൾ ഭാര്യയോട് 2 ചാടിയിലും തുള്ളിയിലും കളഞ്ഞിട്ട് പുള്ളി അങ്ങ് പോവുകയാണ്. നേരെ അളകാപുരിയിൽ ചെന്ന് മകൾ അവിടെ ഉണ്ടായിരുന്നു. സൂര്യ എന്തിയടി മോളെ എന്ന് ചോദിച്ചു. അയാൾ അവിടെ കിടപ്പുണ്ടെന്ന് മകൾ പറഞ്ഞു. എനിക്ക് അവനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. തമ്പി ഇടിച്ച് കുത്തി കയറി സൂര്യയുടെ മുറിയിലേക്ക് പോവുക. അവിടെ ചെന്നപ്പോൾ സൂര്യ ഇങ്ങനെ തളർന്ന ആ ഒരു അവസ്ഥയിൽ തന്നെ കിടക്കുമല്ലേ. എന്നിട്ട് ഇങ്ങനെ നോക്കുക കേട്ടോ.
മുടി ഇങ്ങനെ സൂര്യയെ നോക്കി നിൽക്കുക. എന്നിട്ട് സൂര്യയുടെ അടുത്തേക്ക് ചെന്നിട്ട് സൂര്യ ചൊറിയാനായിട്ട് ഇങ്ങനെ നോക്കുക. നിന്നെ ഞാൻ കൊല്ലുവടാം, നിന്നെ ഞാൻ തിന്നുവടാം, നിന്നെ ഞാൻ അത് ചെയ്യടാം, നിന്നെ ഞാൻ ഇത് ചെയ്യടാ, നീ ഇന്നലെ രാത്രി എന്നെ വന്ന് അടിക്കുന്നത് ഞാൻ സ്വപ്നം കണ്ടടാ, ഇങ്ങനെ ജീവച്ഛമമായി കിടക്കുന്ന നീ എങ്ങനെ എന്നെ തല്ലാൻ, അതൊന്ന് ഉറപ്പ് വരുത്താനാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞ് ഈ സൂര്യയോട് ഭയങ്കര ഇതായിട്ട് ഇയാൾ സംസാരിക്കുന്ന സമയത്ത് ആ കൈയെടുത്തൊരു ഒറ്റ ഒരെണ്ണം ചെവിക്കല്ലിനായിട്ട് വെച്ചു കൊടുത്തു. സൂര്യ ഈ തമ്പിയുടെ ചെവിക്കല്ല് തീർത്തൊരെണ്ണം കൊടുത്തു. അപ്പം അതെ തമ്പിക്ക് മനസ്സിലായി സ്വപ്നമല്ലെന്ന്. ഓഹോ, അപ്പം നിന്റെ അസുഖമൊക്കെ ഭേദമായോ എന്ന് ചോദിച്ചുകൊണ്ട് തമ്പി പിന്നെ ഇതായി. അപ്പോഴത്തേക്കും ജാനകി ഓടിക്കയറി മുറിയിലേക്ക് വരുക. നിങ്ങളെന്താ ഇവിടെ എന്ന് ചോദിച്ചു. നിങ്ങൾ ആരെ ഈ മുറിയിലേക്ക് കടത്തി വിട്ടതെന്ന് ചോദിച്ചുകൊണ്ട് ജാനകി തമ്പി അവിടെ നിന്ന് അടിച്ചിറക്കുവാണ് അച്ഛൻ്റെ മുറിയിൽ നിന്ന്. അപ്പോൾ അങ്ങനെ ആ ഒരു ഇതിൽ നമ്മുടെ സൂര്യയുടെ സ്നേഹമുള്ള 3 മക്കൾ, പ്രത്യേകിച്ച് അമലും അഭിയും കൂടി ചേർന്ന് നിന്ന് അച്ഛന് ഒരു വലിയ സംരക്ഷണ കവചം തന്നെ തീർത്തുകൊണ്ട് തമ്പിയെയും തമ്പിയുടെ മകളെയും ഇട്ട് വട്ടം കറക്കി മുളക് വെള്ളം കുടിപ്പിക്കുന്ന ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെയാണ് നല്ല 6 എപ്പിസോഡായിട്ട് അടുത്ത ആഴ്ച നമ്മളെ തേടി വരാനിരിക്കുന്നത്. അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്, എല്ലാവരും കാണണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. മിസ് ചെയ്ത് കളഞ്ഞാൽ വലിയ നഷ്ടമായി പോകുന്ന നല്ല രസകരമായിട്ടുള്ളൊരു എപ്പിസോഡായിരിക്കും. അപ്പോൾ എല്ലാവരും കാണുമെന്നുള്ള ശുഭപ്രതീക്ഷയോടുകൂടി നിർത്തുന്നു. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ കഥ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ 1000 നന്ദി അറിയിച്ചു നിർത്തുന്നു. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സീ യു അഗൈൻ. ടേക്ക് കെയർ. ബൈ ബൈ. ടാറ്റാ.